കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന അക്രമ സംഭവത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷ ഒപ്പം ചേരുന്നു. അനഘ, കോഴിക്കോട്ടെ സംഘർഷം, അതിന് പിന്നിൽ ആരെന്ന ചോദ്യം, അതിൽ ഒന്നാം പ്രതി ഡിവൈഎഫ്ഐ നേതാവെന്ന ഉത്തരം ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ കണ്ടെത്തലുകളുണ്ടായിരുന്നു, ആരോപണമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വേണം എന്ന നിലയ്ക്ക് ഒരു സർവകക്ഷി യോഗം ചേരുന്നത്. പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കൃഷ്ണരാജ്, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഫ്രഷ് കട്ട് കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു സംഘം ആളുകൾ എത്തി അവിടെ അതിക്രമ ഫാക്ടറിക്ക് തീയിടുകയും മറ്റുമൊക്കെ തന്നെ ചെയ്തത്. ഈ പ്രദേശത്തെ ഈ ഫാക്ടറിക്കെതിരെ ഈ പ്രദേശവാസികൾ നാളുകളായി സമരം നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അത് വളരെ സമാധാനപരമായ ഒരു സമരമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് സമരത്തിന്റെ മുഖം മാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസുകാർക്കടക്കം വലിയ രീതിയിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ പിന്നീട് പുറത്തു വരുന്നത് ഈ സമരം അന്ന് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത് അത് SDPI എന്ന മതമൗലികവാദികളാണെന്ന വിവരം പുറത്തു വരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണം ആ രീതിയിലേക്ക് കൂടി നടക്കുന്നത്. മാത്രമല്ല, ഈ SDPI ആണ് എന്ന വാദം CPM തന്നെയാണ് ആദ്യം മുന്നോട്ട് വെച്ചതും. ഇത്തരത്തിൽ അന്ന് അതിക്രമം നടത്തിയതിൽ ഒന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് DYFI നേതാവ് കൂടിയാണ് എന്നതാണ്. നിലവിൽ കേസിൽ 9 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബാക്കി 357 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഒളിവിലാണ്. മാത്രമല്ല, ഈ SDPI മതമൗലികവാദികൾ വിദേശത്തേക്ക് കടന്നു എന്നൊരു സൂചന കൂടിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, ആ സംഘർഷത്തിന് പിന്നാലെ ആ നാട് അത് ശാന്തതയിലേക്ക് മറ്റുമൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ ഈ ശുചിത്വ മിഷനും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഈ ഫാക്ടറിയിൽ സന്ദർശിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് 5 മണിക്കാണ് കളക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം നടക്കുക. MLA MP ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ നാട്ടുകാർ ചിലർ പറയുന്നത് തങ്ങളോട് ഈ യോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, തങ്ങളുടെ പ്രതിനിധികളാരും ഈ യോഗത്തിൽ ജനങ്ങളാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഒളിവിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 5 മണിക്കാണ് ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട യോഗം കളക്ടർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. കൃഷ്ണരാജ്, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ടുകൾ ഇന്ന് സമർപ്പിക്കപ്പെടുന്നുണ്ടോ? അതുകൂടി പരിഗണിച്ചാകുമോ ചർച്ചകൾ നടക്കുക? തീർച്ചയായും കൃഷ്ണരാജ്, ഈ 2 മലിനീകരണ നിയന്ത്രണ ബോർഡും അതുപോലെ തന്നെ ശുചിത്വ മിഷനും ഫാക്ടറിയിലെത്തി പരിശോധിച്ചിട്ടുണ്ട്. ഈ പരിശോധനാ റിപ്പോർട്ട് കൂടി കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരിക്കുന്നത്. MLA MP ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഫാക്ടറി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മലിനീകരണ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആദ്യം മുതൽ തന്നെ ഈ ഫാക്ടറിക്കെതിരെ പ്രദേശവാസികൾ രംഗത്തുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ സമാധാനപരമായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ സമരത്തിലേക്ക് SDPI മതമൗലികവാദികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് അത് വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട്ടെ ആളുകൾ മാത്രമായിരുന്നു, ഇതൊരു കോഴിക്കോട് താമരശ്ശേരി പോലുള്ള ഒരു പ്രദേശത്തെ ഒരു പ്രാദേശിക സമരം മാത്രമാണ്. പക്ഷെ ഈ സമരത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സെയ്ഫുള്ള എന്ന് പറയുന്ന ആൾ മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ എങ്ങനെയാണ് ഈ കോഴിക്കോട് നടക്കുന്ന ഒരു പ്രാദേശിക സമരത്തിലേക്ക് മലപ്പുറത്ത് നിന്ന് ആളുകൾ എത്തുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ പ്രദേശവാസികൾ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം നടക്കുക. കൃഷ്ണരാജ്, കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ സംഘർഷത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.